ഇതൊരു തൂക്കുപാലമാണ്. ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത, തൂക്കുപാലം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. ഇതിൻ്റെ പിടി മുഴുവനും മുകളിലാണ്, താഴെയല്ല. താഴെ നിന്ന് ആരെങ്കിലും താങ്ങി നിർത്തുന്നതല്ല തൂക്കുപാലം. അതിനെ മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടി തൂക്കി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആടും. നമ്മൾ ചിലപ്പം ഒന്ന് ചെറുതായിട്ട് ചില സമയത്ത് പേടിക്കും, ഇതെങ്ങാനും പൊട്ടി താഴത്തേക്ക് വീഴുമോ എന്ന് ചിന്തിക്കും. അതൊക്കെ തൂക്കുപാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ നമ്മളുടെ ജീവിതവും തൂക്കുപാലമാണ്. നമ്മളെ താഴ്ത്തു നിന്നല്ല താങ്ങി നിർത്തിയിരിക്കണത്, മുകളിൽ നിന്നാണ് പിടിച്ച് നിർത്തിയിരിക്കണത്. പക്ഷെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ മറന്നുപോയ ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം പറയുന്ന കാര്യമാണ് ഇന്നത്തെ വചനം. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? എത്ര നാൾ പറ്റും നമുക്ക് നമ്മളെ താങ്ങി പിടിക്കുന്നത് കർത്താവാണ് എന്ന് വിചാരിക്കാതിരിക്കാൻ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കാതിരിക്കാൻ എത്ര നാൾ നമ്മളെ കൊണ്ട് പറ്റും? അതൊന്നും ഒത്തിരി നാളൊന്നും പറ്റണ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ നമ്മളെ ആരും താങ്ങി പിടിച്ചേക്കണതല്ല, തൂക്കി പിടിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ തൂക്കി പിടിച്ചേക്കണ കൊണ്ട് തന്നെ ഇത് ചില സമയത്ത് ആടും. ആടുമ്പോൾ പേടിക്കരുതും. ഇത് തൂക്കി പിടിച്ചതാണ് എന്ന ചിന്തയോടുകൂടി തന്നെ നടക്കണം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.